നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനിയും കുറെ നടക്കാനുണ്ട് സത്യെ. കുറച്ചു നേരം ആവില്ലേ? എന്നിട്ട് തിരിച്ചു പോണ്ടേ? അപ്പോഴത്തേക്ക് സ്കൂളിന്റെ സമയം കഴിയില്ലേ? നമുക്ക് തിരിച്ചു പോയാലോ സത്യെ? നമുക്ക് പപ്പിയുടെ ചേച്ചിയമ്മയെ കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കണം. ഇത് നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് ചാൻസാ. തിരിച്ചു പോകാൻ പറ്റില്ല. സന്ധ്യ കഴിഞ്ഞ മീൻപാറയ്ക്ക് ചുറ്റുമുള്ള കാട് ഭയങ്കര റിസ്കാ. ഒറ്റയാനും കാട്ടുപോത്തും ഒക്കെ വന്ന് വണ്ടി തന്നെ കുത്തിമറിച്ച് കൊക്കയിലേക്ക് ഇട്ടുന്നിരിക്കും. അതുകൊണ്ട് നമ്മളിവിടെ ഹാൾട്ടാ. അല്ല, കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പരിചയക്കാരും ഇല്ലേ? ഉണ്ടെങ്കിലേ. നിങ്ങൾ ഇവിടുത്തുകാരല്ലേ? മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആരെ കാണാൻ നിങ്ങൾ വന്നത്? അവര് വന്നിരിക്കുന്നത് ആർട്ടിസ്റ്റ് അങ്കിളിനെ കാണാനാ കണ്ടക്ടറെ. അതെ അങ്കിളെ. എനിക്കറിയാവുന്ന ആളാ ഇവര് പറയുന്ന ആർട്ടിസ്റ്റ് അങ്കിള്. കണ്ടക്ടർ വിട്ടോളൂ. കിന്നടിച്ച് നിൽക്കാണ്ടൊന്ന് പാടാ. പോട്ട് കട്ടനടിക്കാനുള്ളതാണ്. വിട്ടോ കണ്ടക്ടറെ. ഇവര് പറയുന്ന ആർട്ടിസ്റ്റ് അങ്കിളിനെ എനിക്ക് അറിയാവുന്ന പറഞ്ഞില്ലേ. രണ്ടാളെ ഞാൻ സുരക്ഷിതമായിട്ട് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചോളാം. നിങ്ങൾ വരുന്നുണ്ടാ? ദാ വരുന്നു. വാ 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 വാ. ഓൾറൈറ്റ്. വാ, ഞാൻ ആർട്ടിസ്റ്റ് അങ്കിളിന്റെ അടുത്ത് കൊണ്ടാക്കാം. അങ്കിളിനെ അറിയോ? ആർട്ടിസ്റ്റ് അങ്കിളിനെ പിന്നെ എനിക്കറിയില്ലേ? എങ്ങനെ അറിയാം? ഈ പടമൊക്കെ വരയ്ക്കുന്ന ആളല്ലേ, എനിക്ക് നല്ല പരിചയ. എന്നാ പറ, ആർട്ടിസ്റ്റ് അങ്കിളിന്റെ പേരെന്താ? അത് പേരൊക്കെ എന്തിനാ അറിയുന്നേ? നല്ല പരിചയമെന്ന് പറഞ്ഞിട്ട്. പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. പക്ഷേ ആളെ എനിക്ക് നല്ല പരിചയ. പപ്പി വാ. നിങ്ങളോടല്ലേ നിൽക്കാൻ പറഞ്ഞത്? അയ്യോ, കരഞ്ഞ് ബഹളം വയ്ക്കരുത്. മര്യാദക്ക് ഞാൻ പറയുന്നത് അനുസരിച്ചോ. എങ്കിലും ഞാൻ നിങ്ങൾ ആർട്ടിസ്റ്റ് അങ്കിളിന്റെ അടുത്ത് കൊണ്ടുപോകാം. പപ്പി കരയാതെ, അങ്കിള് നമ്മളെ കൊണ്ടാക്കും. അങ്ങനെ വഴിക്ക് വാ. പപ്പി ഓടിക്കോ. വാ സത്യെ. പിള്ളേരവിടെ നിൽക്കാൻ. പെട്ടെന്ന് വാ പപ്പി വാ. അവിടെ നിൽക്കാനാ പറഞ്ഞേ. നിൽക്കാൻ. നിങ്ങളോട് അവിടെ നിൽക്കാനാ പറഞ്ഞേ. വേഗം വാ പപ്പി. നിങ്ങളെ എന്റെ കൈ കിട്ടും, നോക്കിക്കോ. പപ്പി വാ. സത്യെ, മതി ഓടിയത്. ആ അങ്കിളിനെ കാണാനില്ല. നമ്മൾ എന്തിനാ സത്യ ഓടിയത്? ആ അങ്കിള് കള്ളനാ, നമ്മളെ പിടിച്ചോണ്ട് പോയേനെ. കള്ളനാണെന്ന് സത്യക്ക് എങ്ങനെ മനസ്സിലായി? ആർട്ടിസ്റ്റ് അങ്കിളിനെ അറിയാനല്ലേ അങ്കിൾ ആദ്യം പറഞ്ഞത്. എന്നിട്ട് പേര് ചോദിച്ചപ്പോ അറിയില്ല. അത് ചിലപ്പോ മറന്നുപോയതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ എന്തിനാ പപ്പി നമ്മളെ തടഞ്ഞു നിർത്തിയത്? ആ അങ്കിളിൽ തന്നെ നമ്മളെ കൊണ്ടുപോകണോന്ന് എന്താ നിർബന്ധം? അതാ പറഞ്ഞത്, ആ അങ്കിൾ നമ്മളെ പിടിച്ചോണ്ട് പോവാൻ നോക്കുവായിരുന്നെന്ന്. ശരിയായിരിക്കും. ശരിയായിരിക്കും ആണ്. പക്ഷെ സത്യെ, ആർട്ടിസ്റ്റ് അങ്കിളിന്റെ വീട് ഇവിടെയാണെന്ന് പറഞ്ഞത് കാലിന് വയ്യാത്ത അങ്കിളല്ലേ? ആങ്കിള് കള്ളനാണെങ്കിൽ ആങ്കിള് പറഞ്ഞ നുണയാണെങ്കിലോ? ആങ്കിളിന് ആർട്ടിസ്റ്റ് അങ്കിളിനെ അറിയില്ലെങ്കിൽ എങ്ങനെയാ വീട് എവിടെയാണെന്ന് അറിയുന്നത്? എന്നെയും കൂടെ പേടിപ്പിക്കാതെ നീ ഒന്ന് വാ പപ്പി. എന്താ മോളെ? ആർട്ടിസ്റ്റ് അങ്കിളിന്റെ വീട് അറിയോ? ആർട്ടിസ്റ്റ് അങ്കിളോ?
അതാരാ? ഈ പടമൊക്കെ വരയ്ക്കുന്നേ. പടം വരയ്ക്കുന്നയോ? ആ പോലീസുകാർക്കൊക്കെ പടം വരച്ചു കൊടുക്കുന്ന ആളാ. ഓ അതാണോ നമ്മുടെ വിജയമോഹൻ? അറിയോ അങ്കിളെ? പോലീസുകാരുമായിട്ടൊക്കെ ബന്ധമുള്ള ആളല്ലേ. അത്തരക്കാരൊക്കെ ഇവിടെ കുറവാ. ഇവിടെ എല്ലാവർക്കും വിജയമോഹനെ അറിയാം. എവിടെ അങ്കിളിന്റെ വീട്? അതിവിടുന്ന് നല്ല ദൂരമുണ്ട് മോളെ. 10-12 കിലോമീറ്റർ വരും. ഏത് വഴി അങ്കിളെ അങ്ങോട്ട് പോകുന്നത്? ഇതുവഴി നേരെ പോയിട്ട് ഇടത്തോട്ട് തിരിയണം. അതുവഴി ആ വഴി അങ്ങോട്ട് വീടുകളൊന്നുമില്ല. അത് ചെന്ന് നിൽക്കുന്ന ഒരു ഹൗസിംഗ് കോളനിയില്ല. അതിനുള്ളിലാ വിജയമോഹന്റെ വീട്. ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. വാ പപ്പി. അല്ല, നിങ്ങൾ എങ്ങനെയാ പോകുന്നേ? ഞങ്ങൾ പോയിക്കോളാം അങ്കിളെ. ആ. വാ പപ്പി. ഇത്രയും ദൂരം നടക്കാനാണോ സത്യേ? ആങ്കിളിനോട് പറഞ്ഞാൽ ചിലപ്പോ ഹെൽപ്പ് ചെയ്യും. അതൊക്കെ പിന്നെ പ്രശ്നമാവും പപ്പി. നമുക്ക് ആരുടെ ഹെൽപ്പ് ഒന്നും വേണ്ട. എന്ത് പ്രശ്നമാവുന്ന്? അവര് നമ്മളോട് അടുപ്പം കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കും. എന്നിട്ട് വീട്ടിൽ അറിയിക്കും. അയ്യോ, എന്നാ വേണ്ട. എന്റെ കാല് വേദനിക്കുന്നു സത്യേ. ആ കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. അത് കഴിഞ്ഞ് പോവാം. വിശക്കുന്നു സത്യേ. നമുക്ക് സ്നാക്സ് കഴിച്ചിട്ട് പോവാം. ശരി. കഴിക്ക്. ഇനിയും കുറെ നടക്കാനുണ്ട് സത്യേ. കുറച്ചു നേരം ആവില്ലേ? എന്നിട്ട് തിരിച്ചു പോണ്ടേ? അപ്പോഴത്തേക്ക് സ്കൂളിന്റെ സമയം കഴിയില്ലേ? നമുക്ക് തിരിച്ചു പോയല്ലോ സത്യേ. നമുക്ക് പപ്പിയുടെ ചേച്ചിയമ്മ കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കണം. ഇത് നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് ചാൻസാ. തിരിച്ചു പോകാൻ പറ്റില്ല. മഹാ വേസ്റ്റ് ആയിരുന്നടി. നീ വരാതിരുന്നത് നന്നായി. വലിയ ദൃശ്യഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞാ ഞാൻ ട്രിപ്പ് വന്നേ. ഒടുക്കം വന്നപ്പോ കുറെ കാടും മലയും പുല്ലും. ഞാനിപ്പോ അതൊന്നും കാണാനുള്ള മൂഡിലല്ല, നിനക്കറിയാലോ. അതുകൊണ്ട് ട്രിപ്പ് പാതിക്ക് വെച്ച് കട്ട് ചെയ്ത് ഞാൻ തിരിച്ചു പോവാ. മീൻപാറ ഒലക്കേടെ മൂഡ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.